കല്യാണം എന്ന് പറഞ്ഞാലും പൊലകുളി എന്ന് പറഞ്ഞാലും എനിക്ക് പണ്ടത്തുമേ പലിശ അടക്കമുള്ള കാശ് തന്നിട്ട് എടുത്തോണ്ട് പോ. കാര്യം നടത്ത്. 10-30 വർഷമായിട്ട് ഞാൻ ഇവിടത്തേക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളല്ലേ മുതലാളി. അതെങ്കിലും കൊടുത്തൊരു സാവകാശം തരണം. ഇപ്പൊ ആ പണ്ടം ഇങ്ങ് തന്നാട്ട് ഞാൻ എങ്ങനെയെങ്കിലും കല്യാണം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ആ തുക മടക്കി തരാം. വേണ്ട വേണ്ട വേണ്ട, വെറുതെ സമയം കളയാതെ. അച്ഛാ, ഒരു പെൺകുട്ടിയുടെ വിവാഹ കാര്യമല്ലേ? എത്രയോ വർഷങ്ങളായിട്ട് രാഘവൻപിള്ള നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളാ. അതുകൊണ്ട് അല്പം അലിവ് കാണിച്ചൂടെ? പോളിയായിരുന്നു. എന്നെ ആരും ഉപദേശിക്കാൻ വേണ്ട. വിവാഹത്തിന് മുമ്പ് നിന്റെ വീട്ടുകാർ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. ആദ്യം അത് പാലിക്കാൻ പറ, എന്നിട്ട് എന്നെ അവതാരം പഠിപ്പിക്കാം. എനിക്ക് പണമാ വലുത്. കുഞ്ഞു ഒരു സ്ത്രീയല്ലേ, അദ്ദേഹത്തോടൊന്നും പറഞ്ഞാട്ടെ. ഇവിടെ പണയത്തിലിരിക്കുന്ന ആ പണ്ടൊന്ന് എടുത്തു തന്നാൽ എന്റെ മോൾക്കൊരു ജീവിതം കിട്ടും. അല്ലെങ്കിൽ ഞങ്ങൾ 3 പേരും ജീവിച്ചിരിക്കില്ല. വിവാഹ നിശ്ചയം നാളെയാണ്. അതൊരിക്കലും മുടങ്ങാൻ പാടില്ല. നിങ്ങൾക്ക് ഒരു സാമൂഹ്യ സംഘടന ഉണ്ടല്ലോ, അതിന്റെ പേരിൽ കൊടുത്തായിട്ട് വന്നാ മതി. മറ്റാരും അറിയരുത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അവിടെ നിന്ന് കണ്ടപ്പോഴേ എനിക്കൊരു സംശയം തോന്നി. എന്താ ഇവിടെ? മിനി അറിയില്ലേ? കൊള്ളാം. കസ്തൂർബയുടെ ഏറ്റവും അടുത്ത ആളല്ലേ? വല്ല സംഭാവനയും കൊടുക്കാൻ വന്നാണോ? അതെ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സംഭാവന അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ സന്മനസ്സുള്ളവരും ഈ ലോകത്തുണ്ട്. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഞാൻ നല്ല ആളല്ലെന്നായി പറഞ്ഞു വരുന്നത്. ആ, പോയൊരു തീപ്പെട്ടി എടുത്തുണ്ടോ? എന്താ? തീപ്പെട്ടി കൊണ്ടുവരാൻ. എന്താ അത്? ഭാര്യ വിടോ വന്നോണ്ട് തീപ്പെട്ടി ചോദിക്കാൻ? എടുത്തോണ്ട് വരാമോന്നല്ല, എടുത്തോണ്ട് വാ. എന്നാ പിന്നെ എനിക്കങ്ങ് തിരിച്ചു പറയരുതോ? ഒക്കൂലെന്ന്. അതും പറ്റുന്നില്ലല്ലോ പണ്ടാരം. ക്വാർട്ടേഴ്സിലേക്ക് ഞാൻ മനഃപൂർവ്വം ക്ഷണിക്കാത്ത. അതിനകത്ത് കൺഫ്യൂഷന്റെ ഒരു പ്രളയം. ബാച്ചിലേഴ്സ് ക്വാർട്ടേഴ്സ് അല്ലേ? ചെരുപ്പിരിക്കേണ്ടിടത്ത് നിലവിളക്കിരിക്കും, നിലവിളക്കിന്റെ സ്ഥാനത്ത് ചെരുപ്പും ഇരിക്കും. ഫാനിന്റെ സ്വിച്ചിന് എന്തോ കേടുണ്ടെന്ന് പറഞ്ഞു. അവിടുന്ന് ആരോ നന്നാക്കിട്ട് പോയല്ലോ. താങ്ക്സ്. പുതിയതായി വന്ന ഡോക്ടറെ പറ്റി ഇപ്പൊ നാട്ടുകാർക്ക് നല്ല അഭിപ്രായമാണ്. ഏറെ പ്രതീക്ഷയും. താങ്ക് യു. വരട്ടെ. തീപ്പെട്ടി ഉണ്ടോ? വേണമെങ്കിൽ അങ്ങോട്ട് വരട്ടെ. ആശുപത്രിയുടെ സൽപ്പേരിന് വേണ്ടി ഇയാളെ വെച്ചിരിക്കുന്നതെന്നാ അളിയൻ പറയുന്നത്. ഇയാൾ വന്ന് ചാർജ് എടുത്തതിന് ശേഷം ആശുപത്രിക്ക് മാത്രമല്ല എല്ലാ സ്ഥാപനങ്ങൾക്കും ക്ഷീണമാ. ഏത് ഡോക്ടർ മരുന്നിന് കുറിച്ചു കൊടുത്താലും എന്തിനാ ദേവന്റെ കുറിപ്പ് പോലും രോഗികൾ കൊണ്ടുചെല്ലുന്നത് അയാളുടെ അടുത്തേക്കാ. അയാളുടെ ഭാഷയിൽ പുല്ലും വൈക്കോലും കഴിച്ചാൽ രോഗം മാറുമെന്ന. പിന്നെ എന്തിനാ മെഡിക്കൽ ഷാപ്പ് വെച്ചോണ്ടിരിക്കുന്നത്? ലാബറട്ടറിയിലെ കാര്യം അത് തന്നെ. ഇങ്ങേര് വന്ന പിന്നെ ഒരാസുഖത്തിനും രക്തവും നോക്കണ്ട, മൂത്രവും നോക്കണ്ട. എന്നിട്ട് അയാളെ പറ്റി നല്ല അഭിപ്രായമാണല്ലോ കേൾക്കുന്നത്. അത് ആൾക്കാരെ പൊടിയിട്ട് വെച്ചേക്കോ അമ്മാവാ. എന്നാലും നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം. ആൾക്കാർക്ക് താല്പര്യമുള്ള ഒരു ഡോക്ടറെ പെട്ടെന്ന് അങ്ങനെ മാറ്റാൻ പാടില്ല. അത് ആശുപത്രിക്ക് ക്ഷീണമാണ്. അളിയന് സ്വന്തം ആശുപത്രി, സ്വന്തം പണം, സ്വന്തം പലിശ. അതിനപ്പുറം ഒരു കാര്യവുമില്ല. പക്ഷേ എന്റെ മെഡിക്കൽ ഷാപ്പിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലാണ് ഇയാളുടെ പോക്കെങ്കിൽ ഇവൻ അധികകാലം ഇവിടെ ഇരിക്കില്ല. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. എനിക്ക് കിടന്നിട്ട് ഒരു സമാധാനമില്ല. സമാധാനക്കേടിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായി? ഞാൻ ഒരുപാട് ദുസ്വപ്നങ്ങൾ കാണുന്നു. അവനെ ഇനി വരുത്തിയാലോ കുറുപ്പേ? അയ്യോ, എപ്പോഴും അങ്ങനെ മടി പിടിച്ചെടുത്താൻ പറ്റുമോ? സ്വന്തം കാലിൽ നിന്ന് പഠിക്കട്ടെ. ഇന്നലെ അല്ലയോ ജോമോ കുഞ്ഞു ഫോണിൽ ഇങ്ങോട്ട് വിളിച്ചത്? കിടന്നുറങ്ങിയാട്ടെ. നാളെ ഒരു വിശേഷ ദിവസമാണ്. നാളെ ഈ ബനിയൻ ഇട്ടുകൊണ്ട് വേണം. ഇത് ലണ്ടൻ മേക്കാണ് സാധനം. പട്ടാളം എന്നെ കാണാൻ വരാൻ. ഏറ്റോ? ഓ, ഏറ്റു. എന്താണാവോ വിശേഷം? നാളെ എന്റെ പിറന്നാളാണ്. നാളെയാണോ പറഞ്ഞത്? അപ്പൊ ആഘോഷം വല്ലതും? ആ, അതൊക്കെ നമുക്ക് നാളെ വെച്ചേക്കാം. ഓ, ഗുഡ് നൈറ്റ്. ലണ്ടൻ പണം ഉണ്ടായി കൈ വെച്ചോണം. ബനിയം വാങ്ങി വിതരണം ചെയ്യണമെങ്കിൽ അനാഥ മന്ദിരത്തിൽ കൊടുത്തേക്കണം. എന്റെ അച്ഛനെ ബനിയം വാങ്ങി കൊടുത്തോണ്ട് നിങ്ങൾ ഒന്നും നേടാൻ പോകുന്നില്ല. ഒന്നും നേടാൻ വേണ്ടി അല്ലല്ലോ ഞാൻ ബനിയം വാങ്ങിച്ചു കൊടുത്തത്. എന്നെ പോലെ മറ്റൊരു മനുഷ്യനെന്ന് കരുതി ഞാനൊരു ബനിയം കൊടുത്തു. അതിലിത്ര തെറ്റെന്താ ഉള്ളത്? അല്ല, അതിന്റെ പിന്നിലെ ദുരുദ്ദേശം എനിക്കറിയാം.
ദുരുദ്ദേശം? ആ അത് തന്നെ. എന്റെ അച്ഛന് ബനിയം വാങ്ങിക്കൊടുക്ക, അച്ഛൻ വീട്ടിൽ വന്ന് പറയാ, ഓ ആ ഡോക്ടർ എത്ര വലിയ മനുഷ്യൻ, ദാനശീലൻ. അത് കേൾക്കുമ്പോ എന്റെ മനസ്സിലൊരു മാറ്റം ഉണ്ടാകണം. നിങ്ങൾ എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. കസ്തൂർബ ഗാന്ധി ആണയായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ എപ്പോഴോ സ്വാധീനിച്ചു കഴിഞ്ഞു. നിങ്ങളത് സമ്മതിക്കുന്നില്ല. കാരണം നിങ്ങളൊരു പെൺകുട്ടിയാണ്. പെൺകുട്ടികൾ ബുദ്ധിമതികളാണ്. അവർ ഒന്നും ആദ്യം സമ്മതിക്കാറില്ല. പ്രിയപ്പെട്ട മിനി കസ്തൂർബ, നിങ്ങൾ എൻ്റെ സ്വാധീനത്തിലാണ്. നിങ്ങൾ പൂർണ്ണമായും എൻ്റെ സ്വാധീനത്തിന് കീഴിലാണ്. നിന്റെ ഈ ചടുലതയും വർത്തമാനത്തിലെ കുറുമ്പും ഈ മിനിയേച്ചർ സൈസും എൻ്റെ മനസ്സിനെയും ആദ്യമായി സ്വാധീനിച്ചിരിക്കുന്നു. കുറുമ്പോ? എനിക്കോ? ഞാൻ വെറും ഒരു പാവമാണ്. അങ്ങയുടെ ആജ്ഞാശക്തി എന്നെ തളർത്തിക്കളയുന്നു. അത് പുറത്തു കാട്ടാതിരിക്കാനാണ് ഞാൻ കുറുമ്പ് കാണിക്കുന്നത്. ഡോക്ടർ സാർ ഒന്ന് കാത് തുറക്കണേ. സാർ, എന്റെ കുഞ്ഞിന് പെട്ടെന്ന് ഒരു തലകറക്കോ ഛർദ്ദിലും വന്നു. ചോര ഛർദ്ദിച്ച് കിടക്കുന്നു. സാറ് വന്ന് നോക്കണം. ഓരോ ആൾക്കാരുടെ സൗകര്യത്തിന് വരാനിരുന്ന എനിക്ക് അതിനെ നേരം കാണത്തുള്ളൂ. അതിനാ ആശുപത്രി പണിതിട്ടിരിക്കുന്നത്. അവിടെ വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. നിങ്ങൾ പോണം. ഞാൻ രാവിലെ കണ്ടോളാം. സാർ, ഒരു കുഞ്ഞിന്റെ കാര്യമല്ലേ ദേവേട്ട, ഒന്ന് പോയിട്ട് വരൂ. കുഞ്ഞുങ്ങൾ ഓരോ നിമിഷവും ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോർത്ത് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഒരച്ഛനാവാൻ സാധിക്കാത്തത് കൊണ്ടാണ് ദേവേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ദൈവത്തിന് നിനക്കത്ത് ഒന്നും ചെയ്യരുത് ദേവേട്ട. ദൈവമോ? പണമാടി എനിക്ക് ദൈവം. ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. കുട്ടി സുഖമായിട്ട് ഉറങ്ങിക്കൊള്ളു. പേടിക്കാനൊന്നുമില്ല. അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ രാവിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാൽ ശരി സാർ. നോക്കൂ മീര, എനിക്ക് ചെറിയൊരു ബർത്ത്ഡേ കാർഡ് അയച്ചിരിക്കുന്നു. ഇത്ര എടുത്ത് താമസിച്ചിട്ട് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഇതാണ് കള്ളത്തരം. എന്താ എഴുതിയിരിക്കുന്നൊന്ന് വായിച്ചു നോക്കിയേ. മുഖം മൂടി മാറ്റൂ, മണിമുത്തായി വരൂ. എനിക്ക് എവിടാ മുഖം മൂടി? ആ സാഹിത്യമൊക്കെ പഠിച്ച ഡോക്ടറാ. അപ്പൊ നീ എല്ലാം അങ്ങേരോട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ നിന്റെ ബർത്ത്ഡേ എങ്ങനെയാ അങ്ങനെ അറിയുന്നേ? അയ്യോ, എന്റെ അച്ഛൻ പറഞ്ഞു കാണും. ഒരാളെ കിട്ടിയ ഉള്ളിലുള്ള മുഴുവൻ അരച്ചിങ്ങെടുക്കും. നോട്ടമോ ആത്മാവിന്റെ ഉള്ളിലേക്കല്ലേ കണ്ണി കൂടെ നോക്കുന്നത്. എന്നിട്ട് എന്റെ ആത്മാവിന്റെ ഉള്ളിലേക്ക് നോക്കിയില്ലല്ലോ ഇതേവരെ. അതിന്റെ അർത്ഥം അങ്ങേർക്ക് നിന്നെ ഇഷ്ടാണെന്നാ. ഇഷ്ടോ? എന്നെയോ?